ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ മുടിയൊക്കെ കെട്ടി സെറ്റായി. ഇതൊരു 8 മിനിറ്റ് ഉണ്ടായിരുന്ന വീഡിയോ ആണ്. അത് ഞാൻ വെട്ടി ചുരുക്കിയിട്ടാണ് 1.5 മിനിറ്റിലേക്ക് ആക്കിയത്. അതുകൊണ്ട് കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എല്ലാവരും ക്ഷമിക്കണേ. അതൊക്കെ കഴിഞ്ഞ് കണ്ണെഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ സൺസ്ക്രീൻ ഇട്ടില്ലല്ലോ എന്നോർത്തത്. പിന്നെ അതിൻ്റെ പുറത്ത് സൺസ്ക്രീനും ബോഡി ലോഷനും എല്ലാം കൂടി ഇട്ടു. അപ്പോൾ നിങ്ങൾ ആദ്യം ബോഡി ലോഷൻ ഇട്ടിട്ട് സൺസ്ക്രീൻ ഇടണം. കാരണം ബോഡി ലോഷൻ മാത്രം ഇട്ടാൽ ചിലപ്പോൾ സൺബേൺ ആവാൻ ചാൻസസ് ഉണ്ട്. എനിക്ക് ഇടയ്ക്ക് അങ്ങനെ പറ്റാറുണ്ട്. സെൻസിറ്റീവ് സ്കിന്നുള്ളവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ബോഡി ലോഷൻ ഇട്ടു, അതിൻ്റെ പുറത്ത് കൂടെ സൺസ്ക്രീൻ ഇട്ടു. ഈ സൺസ്ക്രീനിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കണ്ണെഴുതുന്നതിൻ്റെ ഇടയിൽ അബദ്ധങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടാണ് ഒരുവിധം തുടച്ചൊക്കെ കളഞ്ഞ് എഴുതി. ഇത് മുഖത്തായി, കണ്ണിൻ്റെ മുകളിലായി, ആകെ മൊത്തം അലങ്കോലായി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മുടി വേറിടട്ടെ, കാരണം ഫാനിൻ്റെ കാറ്റിനോട് നന്നായിട്ട് ഡ്രസ്സും മുടിയൊക്കെ പറന്നിരിക്കുകയാണ്. പുറത്തെത്തുമ്പോഴത്തേക്കും ഞാനൊരു വിധമാവും. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇത് ലോറിയലിൻ്റെ വർത്ത് ഇറ്റ് മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യമൊക്കെ ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലഷാണ് ഇടുന്നത്. ഇത് മെയ്ബലിൻ്റെ തന്നെ ലിപ്പി എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക് അല്ല, ഒരു ലിപ് ഗ്ലോസ് പോലത്തെ സാധനമാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റായി. ജസ്റ്റ് വാച്ചൊക്കെ ഇട്ട് കൊടുത്തു. സ്പ്രേ ഞാൻ പിന്നെ അടിക്കണല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.